Once again, welcome back to KCS Classes. KCS Classesന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BCom BBA ഫസ്റ്റ് സെമസ്റ്റർ എക്സാംസ് ആണ് നെക്സ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് മാർച്ച് 4-ാം തീയതി മുതൽ. സോ നമ്മൾ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോസ് ആണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓൾറെഡി BCom ഫസ്റ്റ് സെമസ്റ്ററിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെയിൻ പേപ്പർ, തിയറി പേപ്പർ, ബിസിനസ് മാനേജ്മെൻറ്റിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. കാണാത്തവരുണ്ടെങ്കിൽ കാണാം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അടുത്തൊരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറി പേപ്പറാണ് മെയിൻ പേപ്പർ മാനേജറിയൽ എക്കണോമിക്സ്. ഈ ഒരു സബ്ജക്റ്റിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ എൻറ്റയർ ഡീറ്റെയിൽസിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം BCom BBA സ്റ്റുഡൻസിന് ഓൺലൈനായിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. വീഡിയോ ക്ലാസ്സിൻ്റെ റെക്കോർഡും ആക്സസ് ചെയ്യാൻ സാധിക്കും. ക്ലാസ് കേട്ട് ഡൗട്ടുള്ളത് എപ്പോൾ വേണമെങ്കിലും ചോദിക്കുകയും ചെയ്യാം കേട്ടോ. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സൊക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ്. സോ നമ്മുടെ സ്ഥാപനത്തിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികളെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം. സോ മാനേജറിയൽ എക്കണോമിക്സ് നമ്മുടെ അവസാനത്തെ എക്സാം ആയിട്ടാണ് ഇത് വരുന്നത്. നമുക്ക് ഗ്യാപ്പ് ഉണ്ട്, മറ്റുള്ള എക്സാമൊക്കെ അടുപ്പിച്ചാണ്. എന്തുകൊണ്ടാണ് ഈ പ്രാവശ്യത്തെ ടൈം ടേബിൾ ഇങ്ങനെ വന്നതെന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ. സാധാരണ ഒരു ദിവസത്തെ ഗ്യാപ്പ് ഇടാറുണ്ട് എപ്പോഴും, ബട്ട് ഫസ്റ്റ് സെമസ്റ്റർ ഇപ്രാവശ്യത്തെ ടൈം ടേബിൾ അടുപ്പിച്ചാണ്. എക്കണോമിക്സിന് മാത്രമാണ് ഒരു ഗ്യാപ്പ്, ഒരു 3 ദിവസം അല്ലെ, തേഴ്സ്ഡേ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ മൺഡേ ആണ് വരുന്നത്. അപ്പോൾ 5 മൊഡ്യൂളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ +1 +2 പഠിച്ചിട്ടുള്ള പല കൺസെപ്റ്റുകൾ ഇവിടെ റിപ്പീറ്റ് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ദെൻ പഠിക്കാൻ പോകുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്, ഒരുപാട് ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ, ഗ്രാഫിക്കൽ പ്രസൻറ്റേഷൻ്റെ കാര്യങ്ങൾ ഇതൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ ഏറ്റവും ഫോക്കസ് ചെയ്യേണ്ട കുറച്ച് ഏരിയാസ് ഉണ്ട്. അതിലോട്ട് നമ്മൾ എന്ത് ചെയ്യണം, എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് സമയം കൊണ്ട് തന്നെ പഠിച്ച് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഒരുപാടുണ്ട് നമുക്ക് വായിക്കാൻ, ടെക്നിക്കലായിട്ടുള്ള ടേംസ് ഉണ്ട്. ഓക്കെ, ദെൻ ഏറ്റവും കൂടുതൽ മാർക്സ് വരുന്ന ഏരിയാസ് ഇതൊക്കെയാണ്. ഇപ്പോൾ ലാസ്റ്റ് മൊമെൻറ്റിൽ പഠിക്കുന്ന കുട്ടികൾ ഏറ്റവും കൂടുതൽ മിനിമം ഫോക്കസ് ചെയ്യേണ്ട ചാപ്റ്റേഴ്സ് ഇതൊക്കെയാണ്. അതൊക്കെ നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ 5 മൊഡ്യൂൾ എന്ന് പറയുന്നത്, നമ്പർ 1 ബേസിക്സ് ആണ് മാനേജറിയൽ എക്കണോമിക്സിൻ്റെ. രണ്ടാമത് തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ, ഡിമാൻഡിൻ്റെ കാര്യങ്ങൾ, സപ്ലൈയുടെ കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട്. ദെൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൊഡ്യൂൾ മാർക്കറ്റ് സ്ട്രക്ചർ ആണ് മൊഡ്യൂൾ നമ്പർ 3. ദെൻ ഇന്ത്യൻ ഇക്കോണമിയുടെ ഓവർവ്യൂ ആണ് മൊഡ്യൂൾ നമ്പർ 4. ദെൻ ഇന്ത്യാസ് ഫോറിൻ ട്രേഡ് ആണ് മൊഡ്യൂൾ നമ്പർ 5. ഇങ്ങനെ 5 മൊഡ്യൂളായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. സോ ആദ്യത്തെ 3 മൊഡ്യൂളാണ് ഏറ്റവും കൂടുതൽ എന്താണ്, ആ 3 മൊഡ്യൂളിനെ ഒരു 5 മൊഡ്യൂളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നതാണ് ആദ്യ കാലഘട്ടത്തിലുള്ള സിലബസ്. ഇപ്പോൾ സിലബസ് അപ്ഡേറ്റ് ചെയ്ത് വന്നപ്പോഴാണ് അവസാനത്തെ ഈ 2 മൊഡ്യൂളൊക്കെ കയറി വന്നിട്ടുള്ളത്. സോ എന്നാലും ഇപ്പോഴും നമുക്ക് ടോട്ടൽ വരുന്ന ചോദ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ മാർക്സ് നമുക്ക് വരുന്ന മൊഡ്യൂൾസ് എന്ന് പറയുന്നത് ഫസ്റ്റ് 3 മൊഡ്യൂളാണ്. അതിൽ തന്നെ മൊഡ്യൂൾ നമ്പർ 3 ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ, essay 5 മാർക്സ്, 2 മാർക്സ്, 3 പാർട്ടിലും ഒരുപാട് ചോദ്യങ്ങൾ വരുന്നത് മൊഡ്യൂൾ നമ്പർ 3 മാർക്കറ്റ് സ്ട്രക്ചർ ആണ്. നിർബന്ധമായും അതിലുള്ള കാര്യങ്ങളൊക്കെ കവർ ചെയ്തിരിക്കണം. മൊഡ്യൂൾ നമ്പർ 2ലോട്ട് പോണ സമയത്തും അവിടെയും 3 പാർട്ടിലുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. essay 2 മാർക്സ്, 5 മാർക്സ്. ദെൻ 2 മാർക്കിൻ്റെയും 5 മാർക്കിൻ്റെയും ചോദ്യങ്ങളാണ് മെയിനായിട്ട് ആദ്യത്തെ മൊഡ്യൂളിൽ നിന്ന് വരാറ്. അപ്പോൾ ഈ 3 മൊഡ്യൂൾ പഠിച്ചാൽ തന്നെ കുട്ടികൾ എപ്പോഴും ചോദിക്കുന്നതാണ്, മിനിമം ഏതൊക്കെ മൊഡ്യൂൾസിലോട്ട് ഫോക്കസ് ചെയ്യണം പാസ്സാകണമെങ്കിൽ, നല്ല മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ എബവ് ഒരു 70% അല്ലെങ്കിൽ ഒരു 70% മാർക്ക് നമുക്ക് ഈ ആദ്യത്തെ 3 മൊഡ്യൂള്, ചിലപ്പോൾ അതിനായിട്ടും കൂടുതൽ സ്കോർ ചെയ്യാൻ സാധിക്കും. കാരണം 2 essay, ദെൻ 2 മാർക്സിൻ്റെ ചോദ്യങ്ങൾ കുറേയൊക്കെ കിട്ടും. 5 മാർക്കിൻ്റെ ആണെങ്കിൽ മെജോറിറ്റി വരുന്നത് ഈ 3 മൊഡ്യൂളിൽ നിന്നാണ്. ദെൻ മൊഡ്യൂൾ നമ്പർ 4, 5 ഇതിൽ നിന്നും ഓരോ essay വീതം വരാറുണ്ട്. ബട്ട് നമുക്ക് 4 essay ഉണ്ട്, അതിൽ 2 എഴുതിയാൽ മതി. സോ സെക്കൻഡ് മൊഡ്യൂളിൽ നിന്നും തേർഡ് മൊഡ്യൂളിൽ നിന്നും തന്നെ essay ഓൾറെഡി നിങ്ങൾക്ക് ലഭിക്കും. സോ മൊഡ്യൂൾ നമ്പർ 4ഉം 5ഉം നിങ്ങൾക്ക് പഠിക്കാൻ ഇപ്പോൾ കഴിഞ്ഞിട്ടില്ല എങ്കിലും നമുക്ക് essay മുകളിലത്തെ ഈ 2 മൊഡ്യൂളിൽ നിന്ന് ഉണ്ടെന്നുള്ളതാണ്. ദെൻ അഡീഷണൽ ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. ഇതിൽ നിന്നും essay ഇടും, 4th നിന്നും 5th നിന്ന് essay ഉണ്ടാവും. 5 മാർക്കിൻ്റെ ഉണ്ട്, 2 മാർക്കിൻ്റെയും ചോദ്യങ്ങൾ ഉണ്ട്. ബട്ട് ലാസ്റ്റ് മൊമെൻറ്റിൽ പഠിക്കുന്ന കുട്ടികൾ മിനിമം ആദ്യത്തെ 3 മൊഡ്യൂൾ നല്ല രീതിയിൽ കവർ ചെയ്യുക. ദെൻ 4th 5th ഒരുപാട് വായിക്കാനുണ്ടെങ്കിലും അതിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റായിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ പഠിച്ച് അവസാനിപ്പിക്കുക. ഓക്കെ, ഇതാണ് എനിക്ക് ആദ്യം പറയാനുള്ളത് കേട്ടോ. അപ്പോൾ നമുക്കിനി ഡീറ്റെയിൽസിലോട്ട് പോകാം. ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ബേസിക്സ് ആണ്.
ഇതിൽ നിന്ന് 2 മാർക്കിൻ്റെ 1 2 ചോദ്യങ്ങൾ വരും. 5 മാർക്കിൻ്റെ 1 2 ചോദ്യങ്ങളും വരാറുണ്ട്. ചിലപ്പോൾ ഒരെണ്ണം മിനിമം എന്ന് പറഞ്ഞാൽ ഒരു 10-14 മാർക്ക് വരെ മിനിമം എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു മൊഡ്യൂളാണ് മൊഡ്യൂൾ നമ്പർ 1. ഓക്കെ, മാറി മാറിയാണ് ചോദ്യങ്ങൾ വരാറ്. സോ ഇതിൽ ആദ്യം തന്നെ എന്താണ് മാനേജറിയൽ ഇക്കണോമിക്സ് എന്താണെന്ന് നോക്കുക. ദെൻ നേരെ പോകേണ്ടത് നിങ്ങൾ മാനേജറിയൽ എക്കണോമിക്സ് എന്താണ്, അതിൻ്റെ ഒരു ഡെഫിനിഷൻ മീനിങ് പഠിച്ചു വയ്ക്കുക. 2 മാർക്കിൻ്റെ മിക്ക പേപ്പറുകളിലും റിപ്പീറ്റ് ആയിട്ട് വരുന്നതാണ് ഡിഫൈൻ മാനേജറിയൽ എക്കണോമിക്സ്. ദെൻ നെക്സ്റ്റ് 5 മാർക്കിൻ്റെ ചോദ്യമായിട്ട് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് സ്കോപ്പ് നോക്കിയിരിക്കണം. 5 മാർക്കിൻ്റെ വരാറുണ്ട്. ഇനി നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ അതൊരു എസ്സേ ആയിട്ടും എക്സ്പ്ലെയിൻ ദി ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് സ്കോപ്പ് ഓഫ് മാനേജറിയൽ എക്കണോമിക്സ് അങ്ങനെ ഒരു ചോദ്യം വരാം. ഒബ്ജക്റ്റീവ്സ് 5 മാർക്കിൻ്റെ വരാം. അപ്പോൾ ഈ 3 ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു 3-4 ടോപ്പിക്ക് നിങ്ങൾ പഠിച്ചു വെക്കണം. അതിലേതെങ്കിലും ഒരെണ്ണം മിക്ക പേപ്പറുകളിലും 5 മാർക്കിൻ്റെ ചോദ്യമായിട്ട് വരാറുണ്ട്. എന്തൊക്കെയാ? പിന്നെ പല പോയിന്റ്സും മാറി മാറി അതിൻ്റെ ഉള്ളിൽ റിപ്പീറ്റാണ്. റിപ്പീറ്റ് ക്യാരക്ടറിസ്റ്റിക്സ്, സ്കോപ്പ്, ഒബ്ജക്റ്റീവ്സ്, ഇമ്പോർട്ടൻസ്. ഇതിൽ നിന്ന് ഒരു മിനിമം ഒരു ടോപ്പിക്കെങ്കിലും 5 മാർക്കിൻ്റെ ചോദ്യമായിട്ട് വരാറുള്ളതാണ്. ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. ഇനി മറ്റൊരു 5 മാർക്കിൻ്റെ ചോദ്യം എന്ന് പറയുന്നത് ഇക്കണോമിസ്റ്റിൻ്റെ റോളാണ്, അല്ലെങ്കിൽ ഫങ്ഷൻസ് ഓഫ് മാനേജറിയൽ ഇക്കണോമിസ്റ്റ്. ഫങ്ഷൻസ് ഓഫ് മാനേജറിയൽ ഇക്കണോമിസ്റ്റ് 5 മാർക്കിൻ്റെ ചോദ്യമായിട്ട് ചോദിച്ചിട്ടുള്ളതാണ്, പഠിച്ചിരിക്കണം. അതുപോലെ തന്നെ ടൂൾസ് ഇൻ മാനേജറിയൽ ഇക്കണോമിക്സ്, അത് മറ്റൊരു ടോപ്പിക്ക്, അതും 5 മാർക്കിൻ്റെ ചോദ്യത്തിൽ വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ ഈ ഒരു ചാപ്റ്ററിൻ്റെ പ്രത്യേകത, കുറച്ചുള്ള ടോപ്പിക്കുകൾ നോക്കി വയ്ക്കുക. കാരണം ഇത് മാറി മാറി ഇടുന്ന ടോപ്പിക്കുകളാണ് കേട്ടോ. അപ്പോൾ മാനേജറിയൽ ഇക്കണോമിസ്റ്റിൻ്റെ റോള് നോക്കിയിരിക്കണം. അതുപോലെ തന്നെ ടൂൾസ് മാനേജറിയൽ ഇക്കണോമിക്സിൽ എന്താണെന്നുള്ളത് നോക്കിയിരിക്കണം, പഠിച്ചു വയ്ക്കുക. ഇനി നെക്സ്റ്റ് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിൻ്റെ സ്റ്റെപ്സ് എന്താണ്, അതാണ് ഇതിൽ ലാസ്റ്റ് നമുക്ക് നോക്കാനുള്ളത്. അതും 5 മാർക്കിൻ്റെ വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഈ മൊഡ്യൂളിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു, 2 മാർക്കിൻ്റെ ഏതെങ്കിലും ചോദ്യം 1 2, പിന്നെ 5 മാർക്സിൻ്റെ ചോദ്യം 2 എണ്ണം വരാറുണ്ട്. അത് ബേസിക്സ് എക്കണോമിക്സിൻ്റെ എന്താ ക്യാരക്ടറിസ്റ്റിക്സ്, ദെൻ ഇമ്പോർട്ടൻസ്, ഒബ്ജക്റ്റീവ്സ്, സ്കോപ്പ്, ഇതിലേതെങ്കിലും ഒരെണ്ണം. പിന്നെ ഇക്കണോമിസ്റ്റിൻ്റെ റോള്, ദെൻ അതിനുശേഷം ടൂൾസ് ഇക്കണോമിക്സിൻ്റെ, ദെൻ ഡിസിഷൻ മേക്കിങ്ങിൻ്റെ പ്രോസസ്സ്. ഈ 3-4 ടോപ്പിക്കില്ലേ, അതിലെ ഏതെങ്കിലും ഒരെണ്ണം. ഇങ്ങനെ ആദ്യത്തെ ആ ബേസിക്സിൽ നിന്നൊരു 5 മാർക്കിൻ്റെ ചോദ്യം, ലാസ്റ്റ് പറഞ്ഞിട്ടുള്ള ഇക്കണോമിസ്റ്റിൻ്റെ റോള്, ഡിസിഷൻ മേക്കിങ്ങിൻ്റെ പ്രോസസ്സ്, ഇതിൻ്റെ ടൂൾസ്, ഇതിലേതെങ്കിലും ഒരെണ്ണം മറ്റൊരു 5 മാർക്കിൻ്റെ ചോദ്യം. ഇങ്ങനെ 2 ക്വസ്റ്റ്യൻസ് 5 മാർക്കിൻ്റെ ചോദ്യമായിട്ടും, പിന്നെ 2 മാർക്സിൻ്റെ ഞാൻ പറഞ്ഞു മാനേജറിയൽ ഇക്കണോമിക്സിൻ്റെ എന്താണ്, മാനേജറിയൽ ഇക്കണോമിക്സ് എന്താണ്, അതുപോലെ തന്നെ ഇതിൽ മാനേജറിയൽ ഇക്കണോമിക്സും ഈ പറയുന്ന എന്താണ് മൈക്രോ എക്കണോമിക്സ്, മാക്രോ എക്കണോമിക്സ്, അതിൻ്റെ സിമ്പിൾ കൺസെപ്റ്റ്, അങ്ങനത്തെ ഏതെങ്കിലുമൊക്കെ ഒരു ചോദ്യം. പിന്നെ നോർമാറ്റീവ് സയൻസ് അല്ലെങ്കിൽ പ്രാഗ്മാറ്റിക് എന്നൊക്കെ നമ്മൾ മാനേജറിയൽ ഇക്കണോമിക്സ് പ്രാഗ്മാറ്റിക് എന്നൊക്കെ ക്യാരക്ടറിസ്റ്റിക്സിൽ പറയുന്നുണ്ട്. അങ്ങനെ ഏതെങ്കിലുമൊക്കെ എടുത്ത് ചോദിക്കാം. അത് ഞാൻ റിപ്പീറ്റ് ക്വസ്റ്റ്യൻസിൽ എന്താണ് ഡിസ്കസ് ചെയ്യും. ഇപ്പോൾ പ്രാഗ്മാറ്റിക് ആണ് മാനേജറിയൽ ഇക്കണോമിക്സ് എന്ന് പറയുന്നത്. എന്തുകൊണ്ട് മാനേജറിയൽ ഇക്കണോമിക്സിനെ പ്രാഗ്മാറ്റിക് എന്ന് പറയുന്നു, അല്ലെങ്കിൽ നോർമാറ്റീവ് സയൻസ് എന്ന് പറയുന്നു? നമ്മൾ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാനേജറിയൽ ഇക്കണോമിക്സിൽ ഒരു 8-9 പോയിന്റ് ഉണ്ട്. അതിൽ ഇത് മാനേജറിയൽ ഇക്കണോമിക്സ് എന്ന് പറയുന്നത് നോർമാറ്റീവ് സയൻസ് ആണ്, പ്രാഗ്മാറ്റിക് ആണ്, ആർട്ട് ആൻഡ് സയൻസ് ആണെന്നൊക്കെ ഓരോന്നോരോന്ന് പറയണില്ലേ. അപ്പോൾ അത് എടുത്തിട്ട് 2 മാർക്കിൻ്റെ ഒരു ചോദ്യം, പിന്നെ മാനേജറിയൽ ഇക്കണോമിക്സ് എന്താണെന്നുള്ളൊരു ചോദ്യം. ഇങ്ങനെയൊക്കെയാണ് 2 മാർക്സിൻ്റെ ചോദ്യം വരിക. പിന്നെ ഞാൻ 5 മാർക്സ് 2 എണ്ണം വരുന്നതെന്ന് പറഞ്ഞു, എങ്ങനെയൊക്കെയാണ് വരുന്നതെന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ ടോട്ടൽ ഒരു 10-14 മാർക്സാണ് നമുക്ക് മൊഡ്യൂൾ നമ്പർ 1 നിന്ന് വരാറ്. അപ്പോൾ നിർബന്ധമായും നോക്കി വയ്ക്കുക, സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. ഇനി മൊഡ്യൂൾ നമ്പർ 2 പോകുന്ന സമയത്ത് അത്യാവശ്യം വലിയൊരു മൊഡ്യൂളാണ്, ഒരുപാട് നോക്കാനുണ്ട്. ബട്ട് സിലക്ട് ചെയ്ത് പഠിക്കുക. ഒരുപാടുണ്ട് ടെക്നിക്കലായിട്ടുള്ളത്, അതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കാര്യം എന്താണ് പറയുക, അല്ലെങ്കിൽ സമയം ഒരുപാട് വേണ്ടി വരും. നിങ്ങൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങളിലോട്ട് പോവാണ്. ഡിമാൻഡ് എന്താണ്? 2 മാർക്ക് ചോദ്യം. ലോ ഓഫ് ഡിമാൻഡ് എന്താണ്? 2 മാർക്ക് ചോദ്യം, നിർബന്ധമായും പഠിച്ചിരിക്കണം. ദെൻ യൂട്ടിലിറ്റിയിൽ മാർജിനൽ യൂട്ടിലിറ്റി എന്താണ്? എന്തായാലും പഠിച്ചിരിക്കണം. 2 മാർക്സ് ചോദ്യമാണ്, റിപ്പീറ്റ് ആണ്. കാർഡിനൽ യൂട്ടിലിറ്റി എന്താണ്? 2 മാർക്ക് ചോദ്യം. ദെൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 5 മാർക്സ് ചോദ്യം, ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി എന്താണ്? 5 മാർക്സ് ചോദ്യത്തിൽ റിപ്പീറ്റ് ആണ്.
അതിൻ്റെ എക്സംഷൻസും റിപ്പീറ്റ് ആയിട്ട് വരുന്നതാണ്. എക്സംഷൻസ് ഓഫ് ദി ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി മിക്ക പേപ്പറുകളിലും റിപ്പീറ്റ് ആയിട്ട് വരുന്നതാണ്. ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. ഓക്കെ, ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി റിപ്പീറ്റ് ആണ് കേട്ടോ. ദെൻ കൺസ്യൂമർ സർപ്ലസ് എന്താണ്? 2 മാർക്ക് ചോദ്യം. പ്രൊഡ്യൂസർ സർപ്ലസ് എന്താണ്? 2 മാർക്ക് ചോദ്യം. അപ്പോൾ കൺസ്യൂമർ സർപ്ലസ് അത് 2 മാർക്സിൻ്റെ ചോദ്യമായിട്ട് വരാറുള്ളതാണ്, നോക്കിയിരിക്കണം. ദെൻ നെക്സ്റ്റ് ഓർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച്, അല്ലെങ്കിൽ നമുക്ക് പറയാം ഇൻഡിഫറൻസ് കർവ് അനാലിസിസ് എന്താണ്? അപ്പോൾ ഇൻഡിഫറൻസ് കർവ് എന്താണ്? 2 മാർക്കിൻ്റെ ചോദ്യമായിട്ട് നോക്കണം. ദെൻ ഇൻഡിഫറൻസ് കർവ് അനാലിസിസിൻ്റെ അസംഷൻസ് 5 മാർക്കിൻ്റെ ചോദ്യമായിട്ട് കണ്ടുവന്നിട്ടുണ്ട്, നോക്കിയിരിക്കണം. ഇൻഡിഫറൻസ് കർവ് എന്താണ്? അതിൻ്റെ അസംഷൻസ് നിർബന്ധമായി നോക്കിയിരിക്കണം, റിപ്പീറ്റ് ആണ് കേട്ടോ. ദെൻ നെക്സ്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് എന്താണ്? 2 മാർക്ക് ചോദ്യം കേട്ടോ. അപ്പോൾ ഇൻഡിഫറൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കുക, അതുപോലെ തന്നെ എന്താണ് അസംഷൻസും നോക്കി വയ്ക്കുക. ദെൻ അതിന് ശേഷം നെക്സ്റ്റ് കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം എന്താണ്? 2 മാർക്ക് ചോദ്യത്തിലേക്ക് നോക്കുക. കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം 2 മാർക്സ് ചോദ്യമാണ്. ദെൻ ആഫ്റ്റർ ദാറ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് ഞാൻ പറഞ്ഞു 2 മാർക്ക് നോക്കുക. അതുപോലെ തന്നെ പ്രൈസ് ഇഫക്റ്റ് 2 മാർക്കിന്. എന്താണ് പ്രൈസ് ഇഫക്റ്റ്, എന്താണ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ്, ഇതൊക്കെ 2 മാർക്കിൻ്റെയിലേക്ക് നോക്കി വയ്ക്കുക. അങ്ങനെയാണ് കണ്ടുവന്നിട്ടുള്ളത്. ദെൻ ഗിഫൺ ഗുഡ്സ് എന്താണ്? ഇൻഫീരിയർ ഗുഡ്സ് എന്താണ്? ഗിഫൺ ഗുഡ്സ് എന്താണ്? 2 മാർക്ക് ചോദ്യമാണ്, റിപ്പീറ്റ് ആണ്. 2 മാർക്സിൻ്റെ മിക്ക പേപ്പറുകളിലും കണ്ടുള്ളതാണ് ഗിഫൺ ഗുഡ്സ്, അതുപോലെ തന്നെ ഇൻഫീരിയർ ഗുഡ്സ്, നോർമൽ ഗുഡ്സ്, ഇതൊക്കെ എന്താണെന്നുള്ള ചോദ്യം ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. ഇനി നെക്സ്റ്റ് ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 5 മാർക്സിന് പ്രതീക്ഷിക്കാം, എസ്സേക്കും പ്രതീക്ഷിക്കാം, 2 മാർക്സിനും പ്രതീക്ഷിക്കാം. ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്താണ്? ടൈപ്സ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എസ്സേക്കും പ്രതീക്ഷിക്കാം, 5 മാർക്കിൻ്റെയും പ്രതീക്ഷിക്കാം. ടൈപ്സ് ഓഫ് ഇലാസ്റ്റിസിറ്റിയിലെ ഏതെങ്കിലും ഒരെണ്ണം അതിൻ്റെ ഉള്ളിലുള്ളത് 2 മാർക്സിൻ്റെയും എടുത്ത് ചോദിക്കാറുണ്ട്. ഇപ്പോൾ പെർഫെക്റ്റ് ഇലാസ്റ്റിസിറ്റി, പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ്, റിലേറ്റീവ്ലി ഇൻഇലാസ്റ്റിക്, മെഷർമെൻറ്റ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി. അപ്പോൾ ഇലാസ്റ്റിസിറ്റിയുടെ എല്ലാ കാര്യങ്ങളും നോക്കുക. എന്താണ് ഇലാസ്റ്റിസിറ്റി, അതുപോലെ തന്നെ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്, അതിൻ്റെ ടൈപ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാതും കവർ ചെയ്യുക. 5 മാർക്കിൻ്റെയിൽ 2 മാർക്കിൻ്റെയിൽ എസ്സേക്ക് എങ്ങനെ വേണമെങ്കിൽ എടുത്ത് ചോദിക്കാം, റിപ്പീറ്റ് ആയിട്ട് വരുന്നതാണ് കേട്ടോ. ദെൻ ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ എന്താണെന്ന് നോക്കി വയ്ക്കാം. കൂടുതൽ ഡിമാൻഡിനാണ് ഇമ്പോർട്ടൻസ്. പിന്നെ ഡിമാൻഡ് പഠിച്ചാൽ സപ്ലൈ പഠിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല, എന്നാലും നോക്കി വയ്ക്കുക, ഇനിയൊക്കെ മാറി വന്നാലോ. അപ്പോൾ ദാറ്റ്സ് അബൌട്ട് ഈ ഒരു ചാപ്റ്ററിൻ്റെ ഡീറ്റെയിൽസ്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോകുന്ന സമയത്ത് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡിമാൻഡ്, ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്, അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ്. ദെൻ ആദ്യത്തെ ഏരിയയിലോട്ട് വരുന്ന സമയത്ത് മാർജിനൽ യൂട്ടിലിറ്റി, കാർഡിനൽ യൂട്ടിലിറ്റി, ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി, അതിൻ്റെ എക്സംഷൻസ്. ദെൻ ഇൻഡിഫറൻസ് കർവ് അനാലിസിസ്, ഇൻഡിഫറൻസ് കർവ് എന്താണ്, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, അസംഷൻസ്. ദെൻ പ്രൈസ് ഇഫക്റ്റ്, ഇൻകം സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ്, ഇൻകം ഇഫക്റ്റ്, ഇതൊക്കെ എന്താണെന്ന് നോക്കാം. കൺസ്യൂമർ സർപ്ലസ്, പ്രൊഡ്യൂസർ സർപ്ലസ്. ദെൻ ഇക്വിലിബ്രിയം എന്താണ്, കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം എന്താണ്, ഇതൊക്കെ എന്താണെന്ന് 2 മാർക്കിൻ്റെ നോക്കി വയ്ക്കുക. ഇതൊക്കെയാണ് റിപ്പീറ്റ് ആയിട്ട് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് കണ്ടുവന്നിട്ടുള്ള ചോദ്യങ്ങൾ. ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. So that's about module number 2. Moving to module number 3, market structure, the most important chapter. essay നിർബന്ധമായും നമുക്ക് ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാം. 2 മാർക്ക് 5 മാർക്ക് ചോദ്യങ്ങളൊക്കെ വരുന്നൊരു മൊഡ്യൂളാണ് മാർക്കറ്റ് സ്ട്രക്ചർ. സോ അതിൽ നമുക്ക് മാർക്കറ്റ്സിനെ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, മൊണോപ്പൊളി, ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷൻ, ഇങ്ങനെ 3 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അതിൽ ഏതെങ്കിലും ഒരു മാർക്കറ്റിനെ പറ്റിയിട്ടുള്ള ഒരു എസ്സേ, ചിലപ്പോൾ മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ ആവാം, ഒളിഗോപ്പൊളി ആവാം, അല്ലെങ്കിൽ മൊണോപ്പൊളി, ഒളിഗോപ്പൊളി, മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ, ഇതിലേതെങ്കിലും ഒരെണ്ണത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് എസ്സേ ആയിട്ട് മിക്ക പേപ്പറുകളിലും മാറി മാറി വരുന്നത്. 2 മാർക്സിൻ്റെ ചോദ്യം എപ്പോഴും വരുന്നുണ്ട്. ഒളിഗോപ്പൊളി, ഡിയോപ്പൊളി, പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, ഇതൊക്കെ എന്താണ്, 5 മാർക്കിൻ്റെ ചോദ്യമായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, ദെൻ അതിൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോകുമ്പോൾ ഒരു കാര്യം പറയാനുള്ളത്, ഡിമാൻഡ് കർവ്, വൈ ഡിമാൻഡ് കർവ് സ്ലോപ്സ് ഡൗൺവേർഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചോദ്യം മൊഡ്യൂൾ നമ്പർ 2-ലുള്ളതാണ്. അത് നോക്കിയിരിക്കണം കേട്ടോ, ഞാൻ പറയാൻ വിട്ടുപോയി. വൈ ഡിമാൻഡ് കർവ് സ്ലോപ്സ് ഡൗൺവേർഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചോദ്യം, ഓക്കെ, നോക്കേണ്ടതാണ്. വൈ ഡിമാൻഡ് കർവ് സ്ലോപ്സ് ഡൗൺവേർഡ്, അതാണ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റിയുടെ അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നോക്കണം, ഇതും നോക്കിയിരിക്കണം. ഓക്കെ, റിപ്പീറ്റ് ആണ്. ഇനി ഇതിലോട്ട് വരാം.
അപ്പോൾ അതിൽ ആദ്യം പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്താണ്, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നിർബന്ധമായി നോക്കി വയ്ക്കുക. 5 മാർക്കിൻ്റെ നമുക്ക് പ്രതീക്ഷിക്കാം. എന്താണ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് കേട്ടോ. അതാണ് ആദ്യത്തെ റിപ്പീറ്റ് ചോദ്യത്തിൽ ഒരെണ്ണം. ദെൻ അതിന് ശേഷം നിങ്ങൾ നോക്കേണ്ടത് ഈ ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോണ സമയത്ത് പെർഫെക്റ്റ് കോമ്പറ്റീഷന് ശേഷം ഏറ്റവും അടിയിൽ നമുക്ക് മൊണോപ്പൊളി കാണാൻ സാധിക്കും. മൊണോപ്പൊളി എന്താണ്, 2 മാർക്ക്. അതിൻ്റെ ഫീച്ചേഴ്സ്, കൈൻഡ്സ് നോക്കി വയ്ക്കുക. ഇതാണ് റിപ്പീറ്റ് ആയിട്ട് കണ്ടുവരാറ്. മൊണോപ്പൊളി പെർഫെക്റ്റ് കോമ്പറ്റീഷന് ശേഷം അതിൻ്റെ ആർഗ്യുമെൻറ്റ്സ് നോക്കി വയ്ക്കുക. ദെൻ പെർഫെക്റ്റ് കോമ്പറ്റീഷനും മൊണോപ്പൊളിയും തമ്മിലുള്ള ഡിഫറൻസ് 5 മാർക്കിൻ്റെ ചോദ്യത്തിൽ പ്രതീക്ഷിക്കാം. ദെൻ എന്താണ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ, 5 മാർക്കിൻ്റെ ചോദ്യവും 2 മാർക്കിൻ്റെ ചോദ്യമായിട്ടും പ്രതീക്ഷിക്കാം. ദെൻ മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ എന്താണ്, അതിൻ്റെ ഫീച്ചേഴ്സ് റിപ്പീറ്റ് ആയിട്ട് വരുന്ന മറ്റൊരു എസ്സേ ടോപ്പിക്കാണ്, നിർബന്ധമായും പഠിച്ചു വയ്ക്കുക. മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ എന്താണ്, അതിൻ്റെ ഫീച്ചേഴ്സ്, അതിൻ്റെ ഡിറ്റർമിനേഷൻ, പ്രൈസ് ഡിറ്റർമിനേഷൻ അണ്ടർ മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ നോക്കാം, എസ്സേക്ക് വരുന്നതാണ്. ദെൻ അതിനുശേഷം നെക്സ്റ്റ് അപ്പോൾ ഇതൊക്കെ എന്താണ്, അതിൻ്റെ ഫീച്ചേഴ്സ്, അതിൻ്റെ ഡിറ്റർമിനേഷനാണ് നിങ്ങൾ എടുത്ത് പഠിക്കേണ്ടത്. ദെൻ പ്രോഡക്റ്റ് ഡിഫറൻഷിയേഷൻ എന്താണ്, 2 മാർക്സ് ചോദ്യം. പ്രോഡക്റ്റ് ഡിഫറൻഷിയേഷൻ 2 മാർക്കിന് കണ്ടുവരുന്നതാണ്. ദെൻ ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ഒളിഗോപ്പൊളി എന്താണ്, 2 മാർക്ക് ചോദ്യം. അതിൻ്റെ ഫീച്ചേഴ്സ് നിർബന്ധമായും പഠിച്ചിരിക്കണം. ദെൻ ക്ലാസിഫിക്കേഷൻ ഓഫ് ഒളിഗോപ്പൊളിയിൽ ഉള്ള കാര്യങ്ങൾ നോക്കണം. അതിൽ കൊലൂസീവ് ഒളിഗോപ്പൊളി എന്താണെന്ന് 2 മാർക്കിൻ്റെ ചോദ്യം കണ്ടുവരാറുള്ളതാണ്, നോക്കിയിരിക്കണം കേട്ടോ. ദെൻ ഒളിഗോപ്പൊളി റിപ്പീറ്റ് ആണ്. ദെൻ കിങ്ഡ് ഡിമാൻഡ് കർവ് അങ്ങനെയും എടുത്ത് ചോദിക്കാറുള്ളതാണ്. ഈ പറയുന്ന ഒളിഗോപ്പൊളി മാർക്കറ്റിലുള്ളതാണ് കിങ്ഡ് ഡിമാൻഡ് കർവ് എന്നാണ് പറയാം. അപ്പോൾ കിങ്ഡ് ഡിമാൻഡ് കർവ് എന്താണെന്ന് ചോദിക്കാം. ദെൻ ഒളിഗോപ്പൊളി എന്താണ്, അതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളും നോക്കി വെക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ദെൻ നെക്സ്റ്റ് പ്രൈസ് ലീഡർഷിപ്പ്, ടൈപ്സ് ഓഫ് പ്രൈസ് ലീഡർഷിപ്പ് നോക്കി വെക്കാം. റിപ്പീറ്റ് അല്ല, ഒരു പ്രാവശ്യം ഇങ്ങോട്ട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. കൊലൂസീവ് ഒളിഗോപ്പൊളി എന്തായാലും നോക്കിയിരിക്കണം. ദെൻ ഡ്യുവോപ്പൊളി എന്താണ്, ഒളിഗോപ്പൊളി എന്ന് പറയുമ്പോൾ ഫ്യൂ ആണ് മാർക്കറ്റിൽ ഉണ്ടാവുക. ഡ്യുവോപ്പൊളി എന്ന് പറയുമ്പോൾ 2 പേര് മാർക്കറ്റിൽ ഉണ്ടാകുമ്പോഴാണ് ഡ്യുവോപ്പൊളി. അപ്പോൾ ഡ്യുവോപ്പൊളി, ഒളിഗോപ്പൊളി, മൊണോപ്പൊളി, മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ, പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, ഇത്ര കാര്യങ്ങളാണുള്ളത്. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണോ 2 2 മാർക്കിൻ്റെ വരും. 5 മാർക്കിൻ്റെ ഏതെങ്കിലും ഒരെണ്ണം ചോദിക്കും, ഒരു എസ്സേ ചോദിക്കും. അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഈ പറഞ്ഞ ടോപ്പിക്കുകളൊക്കെ. അപ്പോൾ മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ എന്താണ്, അതിൻ്റെ ഫീച്ചേഴ്സ്, ഡിറ്റർമിനേഷൻ, എസ്സേക്ക് ഒരു ടോപ്പിക്ക്. മൊണോപ്പൊളി എന്താണ്, അതിൻ്റെ ഫീച്ചേഴ്സ്, അതിൻ്റെ കാര്യങ്ങൾ, മറ്റൊരു എസ്സേ ടോപ്പിക്ക്. ദെൻ ഈ പറയുന്ന ഒളിഗോപ്പൊളി എന്താണ്, അതിനെ പറ്റിയുള്ള ഫീച്ചേഴ്സ്, അതിൻ്റെ കാര്യങ്ങൾ, മറ്റൊരു എസ്സേ ടോപ്പിക്ക്. ദെൻ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. ദെൻ 2 മാർക്സിൻ്റെ ഈ പറയുന്ന ഡ്യുവോപ്പൊളി, ഒളിഗോപ്പൊളി, മൊണോപ്പൊളി, ഇതൊക്കെ എന്താണ്, പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്താണ്, മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ എന്താണെന്നൊക്കെ 2 മാർക്കിൻ്റെയിലും വരാറുണ്ട്. അതുപോലെ തന്നെ 5 മാർക്കിൻ്റെയിലേക്ക് ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം എടുത്തിടുകയും ചെയ്യാം. അപ്പോൾ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മൊഡ്യൂളാണ് മൊഡ്യൂൾ നമ്പർ 3. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് ആ ഒരു ടോപ്പിക്. അപ്പോൾ വലിച്ചു വാരിയിട്ട് ഒരുപാട് കാര്യങ്ങൾ നോക്കാണ്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ പെറുക്കി പഠിക്കുക. അപ്പോൾ നമുക്ക് കാര്യങ്ങളൊക്കെ പഠിച്ച് അവസാനിപ്പിക്കാനും സാധിക്കും, എക്സാമിന് പ്രസൻറ്റ് ചെയ്യാനും പറ്റും കേട്ടോ. അപ്പോൾ ഈ ആദ്യത്തെ 3 മൊഡ്യൂളിൽ തന്നെ നമുക്ക് 2 എസ്സേ, 2 മാർക്സിൻ്റെ ഒരുപാട് ചോദ്യങ്ങൾ, 5 മാർക്കിൻ്റെ ഒക്കെ കിട്ടും. ഇനി ഉള്ളത് മൊഡ്യൂൾ നമ്പർ 4ഉം 5ഉം ആണ്. ഒരുപാട് വായിക്കാനുണ്ട്. അതിൽ നിന്നും മെയിനായിട്ട് വരുന്ന കാര്യങ്ങളിലോട്ട് നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ്. നമ്പർ 4, ആൻ ഓവർവ്യൂ ഓഫ് ഇന്ത്യൻ ഇക്കോണമി. ഇതിലാദ്യത്തെ കുറച്ച് കാര്യങ്ങളിൽ നമുക്ക് നോക്കാനുള്ളതിൽ നിന്ന് ടേമുകൾ വരാറുണ്ട്. GDP എന്താണ്, 2 മാർക്ക് ചോദ്യം. ഫോറിൻ ഡിറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണ്, FDI എന്താണ്, 2 മാർക്ക് ചോദ്യം. ദെൻ പെർ ക്യാപിറ്റ ഇൻകം, ഇതൊക്കെ എന്താണ്, 2 മാർക്കിൻ്റെ നോക്കി വയ്ക്കുക. ദെൻ നെക്സ്റ്റ് നമുക്ക് ഇതിൽ നിന്ന് 5 മാർക്സിൻ്റെ ചോദ്യമായിട്ട് വരുന്നൊരു ടോപ്പിക്കാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇന്ത്യൻ ഇക്കോണമി. 5 മാർക്കിൻ്റെയും എസ്സേയിലേക്ക് വേണമെങ്കിൽ ഇടാം. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇന്ത്യൻ ഇക്കോണമി ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. 2 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇന്ത്യൻ ഇക്കോണമി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. ഇനി നെക്സ്റ്റ് അതിൻ്റെ താഴെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ തന്നെ കാണാൻ സാധിക്കും ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് എന്താണ്, 2 മാർക്ക് ചോദ്യത്തിൽ കണ്ടുവന്നിട്ടുള്ളതാണ്. ബാലൻസ് ഓഫ് പേയ്മെൻറ്റിൻ്റെ കൺസെപ്റ്റ് ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്, ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്. ദെൻ നെക്സ്റ്റ് പിന്നെ നമുക്ക് അതിൻ്റെ അടിയിൽ WTO എന്താണ്, WTO എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എഴുതാൻ പറ്റണം. ഇന്ത്യൻ ഇക്കോണമി അണ്ടർ WTO റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യം ഒരു പ്രാവശ്യം അങ്ങോട്ട് ചോദിച്ചിട്ടുണ്ട്, ഇന്ത്യൻ ഇക്കോണമി അണ്ടർ WTO. അപ്പോൾ WTO എന്താണെന്ന് ചോദിക്കും. ദെൻ നെക്സ്റ്റ് അതിൽ
ചോദിച്ചിട്ടുള്ള മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത് മേജർ ഇഷ്യൂസ് അതും നോക്കി വയ്ക്കുക കേട്ടോ. അപ്പോൾ മെയിനായിട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇന്ത്യൻ ഇക്കോണമിയും അതുപോലെ തന്നെ മേജർ ഇഷ്യൂസ് ഇൻ ഇന്ത്യൻ ഇക്കോണമിയാണ് മെയിനായിട്ട് നിങ്ങൾ നോക്കണ്ടേ. പിന്നെ WTA എന്താണ്, FDA എന്താണെന്നൊക്കെ നോക്കി വയ്ക്കുക. ഇനി അതിൻ്റെ താഴെ വരുന്ന 1-2 ടോപ്പിക്കുകൾ 5 മാർക്സിൻ്റെയിലാണ് കൂടുതൽ കണ്ടുവരാറ്. വളരെ ഈസിയാണ്, എന്ത് എഴുതിയാലും മാർക്ക് എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക്. അൺഎംപ്ലോയ്മെൻറ്റ് എന്താണ്, കോസസ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ് 5 മാർക്കിൻ്റെ റിപ്പീറ്റ് ആയിട്ട് വരുന്നതാണ്. അതിൻ്റെ റെമഡിയൽ മെഷേഴ്സ് ഒരു ടോപ്പിക്ക്. അപ്പോൾ അൺഎംപ്ലോയ്മെൻറ്റ്, അതിൻ്റെ കോസസ്, മെഷേഴ്സ് ഒരു ടോപ്പിക്ക്. ഓക്കെ, ഒരു പ്രാവശ്യം SCക്കും ചോദിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് പോവേർട്ടി എന്താണ്, അതിൻ്റെ കോസസ്, അതിൻ്റെ മെഷേഴ്സ് മറ്റൊരു ടോപ്പിക്ക്. ഈ 2 ടോപ്പിക്കിൽ ഏതെങ്കിലും ഒരെണ്ണം 5 മാർക്കിൻ്റെയോ SC ആയിട്ട് വേണമെങ്കിൽ വരാം. പോവർട്ടിയോ അതുപോലെ തന്നെ അൺഎംപ്ലോയ്മെൻറ്റോ, അതിൻ്റെ കോസസ്, അതിൻ്റെ മെഷേഴ്സ് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് ഇൻഫ്ലേഷൻ, അത് മറ്റൊരു ടോപ്പിക്കാണ്, അത് നോക്കിയിരിക്കണം. കോസസ് ഓഫ് ഇൻഫ്ലേഷൻ. ദെൻ ഇനീക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം ഇൻ ഇന്ത്യ, ജസ്റ്റ് കൺസെപ്റ്റ് നോക്കാം. ബട്ട് ഇപ്പം പറഞ്ഞ കാര്യങ്ങളൊക്കെ നോക്കി വെക്കുക. ദെൻ മറ്റൊരു ടോപ്പിക് എന്ന് പറയുന്നത് ബ്ലാക്ക് മണിയാണ്, പാരലൽ ഇക്കോണമി. ബ്ലാക്ക് മണിയും SCക്ക് ചോദിച്ചിട്ടുള്ളതാണ്. എന്താണ് ബ്ലാക്ക് മണി, കോസസ് ഓഫ് ജനറേറ്റിംഗ് ബ്ലാക്ക് മണി, അതും SCക്കോ 5 മാർക്കിൻ്റെ ആയിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ലാസ്റ്റ് പറഞ്ഞിട്ടുള്ള ഈ 4 ടോപ്പിക്കിൽ ഏതെങ്കിലും ഒരെണ്ണം SCക്ക് അതല്ലെങ്കിൽ 5 മാർക്കിൻ്റെ ആയിട്ട് മിക്ക പേപ്പറിലും കണ്ടുവരുന്നതാണ്. ഈ പറഞ്ഞ ടോപ്പിക്ക് തന്നെ 2 മാർക്കിൻ്റെയിലും വരും. വളരെ ഈസി അല്ലേ. അൺഎംപ്ലോയ്മെൻറ്റ് എന്താണ്, ആദ്യത്തെ ചോദ്യം, അതിൻ്റെ കോസസ്, റെമഡിയൽ മെഷേഴ്സ്. പോവേർട്ടി, അതിൻ്റെ കോസസ്, റെമഡിയൽ മെഷേഴ്സ്. ഇൻഫ്ലേഷൻ, അതിൻ്റെ കോസസ്, അതിൻ്റെ മെഷേഴ്സ് ഉണ്ട്. ദെൻ ബ്ലാക്ക് മണി എന്താണ്, അതിൻ്റെ കോസസ്. ദെൻ അതിൻ്റെ കൂടെ തന്നെ പാരലൽ ഇക്കോണമി എന്താണെന്നും ചോദിക്കാറുണ്ട്, നിർബന്ധമായി നോക്കിയിരിക്കണം. അപ്പോൾ ഈ മൊഡ്യൂളിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിച്ചു വാരി പഠിക്കാണ്ട് ഓരോ ടേമുകൾ എടുത്ത് പഠിക്കുക. ഞാൻ പറഞ്ഞു ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇന്ത്യൻ ഇക്കോണമി, മേജർ ഇഷ്യൂസ്, FDA, ദെൻ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്, WTO, ഇത്ര കാര്യങ്ങൾ ഒരു കാര്യം. പിന്നെ ഒരു 4 ടോപ്പിക്കാണ് ഞാൻ പറഞ്ഞത്. എന്തൊക്കെയാ, പോവേർട്ടി, അൺഎംപ്ലോയ്മെൻറ്റ്, ഇൻഫ്ലേഷൻ, ബ്ലാക്ക് മണി. ഈ 4 ടോപ്പിക്കും ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം SCക്കോ 5 മാർക്കിനും ദെൻ 2 മാർക്സിൻ്റെ ഏതെങ്കിലും 2 എടുത്ത് ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ഈ ഒരു മൊഡ്യൂളിലത്തെ കാര്യങ്ങൾ പഠിക്കുക. ഈ ഒരു ടോപ്പിക്കിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ജനറൽ ടോപ്പിക്കാണ്. അൺഎംപ്ലോയ്മെൻറ്റ്, ബ്ലാക്ക് മണി എന്നൊക്കെ പറയുന്ന ജനറൽ ടോപ്പിക്, എന്ത് രീതിയിലും മാർക്കാം, അങ്ങനത്തെ ഒരു ചാപ്റ്ററാണത്. ഓക്കെ, അപ്പോൾ ഒരുപാട് ഉണ്ടെങ്കിലും വലിച്ചു വാരി പഠിക്കേണ്ട കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. സോ ദാറ്റ്സ് അബൌട്ട് ഈ ഒരു ചാപ്റ്ററിൻ്റെ ഡീറ്റെയിൽസ്. ഓക്കെ, ഇൻഫ്ലേഷൻ, ഡിഫ്ലേഷൻ ഇതൊക്കെ 2 മാർക്കിൻ്റെ വരുന്നതാണ് കേട്ടോ. ഇനി ലാസ്റ്റ് മൊഡ്യൂളിലോട്ട് പോവാണ്, ഇന്ത്യാസ് ഫോറിൻ ട്രേഡ്. ഇതിൽ നിന്നും SC ഇടാറുണ്ട്. അപ്പോൾ ഇതിൽ ആദ്യം തന്നെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇന്ത്യാസ് ഫോറിൻ ട്രേഡ്, അതിൻ്റെ ഫീച്ചേഴ്സ് ഉണ്ട്, 5 മാർക്കിൻ്റെ പ്രതീക്ഷിക്കാം. SCക്കും നമുക്ക് ഇടാൻ സാധ്യതയുള്ള സ്കോപ്പുള്ളൊരു ടോപ്പിക്കാണ്, നോക്കി വയ്ക്കണം. എക്സ്പോർട്ട് എന്താണ്, ഇമ്പോർട്ട് എന്താണ് നോക്കി വയ്ക്കുക, മറ്റൊരു ടോപ്പിക്കാണ്. എക്സ്ചേഞ്ച് റേറ്റ് എന്താണ്, 2 മാർക്സ് ചോദ്യം, 2 മാർക്കിൻ്റെ നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ് എക്സ്ചേഞ്ച് റേറ്റ്. ദെൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഒബ്ജക്റ്റീവ്സ് അങ്ങനെ റിപ്പീറ്റ് ആയിട്ട് കണ്ടുവന്നില്ലേ നോക്കാം. ദെൻ ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് IPR, ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് എന്താണ്, 2 മാർക്കിൻ്റെ ചോദ്യത്തിൽ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ അതിൻ്റെ ടൈപ്സ് നോക്കിയിരിക്കണം. ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ്, അതിൻ്റെ അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് കേട്ടോ, അതിൻ്റെ അഡ്വാൻറ്റേജസ്, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് നോക്കി വയ്ക്കണം. 5 മാർക്കിൻ്റെ ആയിട്ടോ അതുപോലെ തന്നെ SCക്കോ എന്തെങ്കിലും ചോദിക്കാം. IPRനെ റിലേറ്റ് ചെയ്തിട്ട് 2 മാർക്ക് ചോദ്യമോ SCയോ 5 മാർക്കോ പലപ്പോഴും റിപ്പീറ്റായിട്ട് മാറി മാറി വരുന്നതാണ്, നിർബന്ധമായി നോക്കി വയ്ക്കണം കേട്ടോ. നെക്സ്റ്റ് MNC എന്താണ്, മൾട്ടിനാഷണൽ കമ്പനീസ്, 2 മാർക്കിൻ്റെ ചോദ്യത്തിൽ വരാറുണ്ട്. ദെൻ FDA ഞാൻ നേരത്തെ പറഞ്ഞു നോക്കി വയ്ക്കണമെന്ന്, 2 മാർക്കിൻ്റെ വരാറുണ്ട്. FDA എന്താണ്, FPI എന്താണ്, ഫോറിൻ ഡിറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്, ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ്, രണ്ടും നോക്കി വയ്ക്കണം. പിന്നെ ഞാൻ പറഞ്ഞു MNCനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ നോക്കണം. MNC എന്താണ്, ദെൻ ഫാക്ടേഴ്സ് റെസ്പോൺസിബിൾ ഫോർ ദി ഗ്രോത്ത് ഓഫ് MNC 5 മാർക്കിൻ്റെയിലേക്ക് ഒന്ന് നോക്കി വയ്ക്കുക, ആ രീതിയിൽ വരാം. പിന്നെ ട്രേഡ് റിഫോംസ് ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഫീച്ചേഴ്സ് ഓഫ് ട്രേഡ്
റിഫോംസ് ആഫ്റ്റർ 1991 ഒരു പ്രാവശ്യം SCക്ക് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ട്രേഡ് റിഫോംസ് നോക്കി വയ്ക്കണം. 5 മാർക്കിൻ്റെ വേണമെങ്കിൽ പ്രതീക്ഷിക്കാം, SC ആയിട്ടും പ്രതീക്ഷിക്കാം ട്രേഡ് റിഫോംസ്. അതുപോലെ തന്നെ ഫീച്ചേഴ്സ് ഓഫ് കേരള എക്കോണമി, അതാണ് മറ്റൊരു ടോപ്പിക്ക്. 5 മാർക്സിൻ്റെ ചോദിച്ചിട്ടുള്ളതാണ് ഫീച്ചേഴ്സ് ഓഫ് കേരള എക്കോണമി. നിർബന്ധമായി നോക്കിയിരിക്കണം, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. അപ്പോൾ പിന്നെ ഇതിൽ ലാസ്റ്റ് ഏരിയയിലോട്ട് വരുന്ന സമയത്ത് MSME ഉണ്ട്. MSME എന്താണ്? ഇൻഡസ്ട്രി, ഈ പറയുന്ന സ്മോൾ ആൻഡ് മീഡിയം സൈസ്ഡ് എൻ്റർപ്രൈസസിനെയാണ് പറയുക. അതെന്താണ് എന്നുള്ളത് നോക്കി വയ്ക്കുക. പിന്നെ കോസസ് ഫോർ ഇൻഡസ്ട്രിയൽ ബാക്ക്വേർഡ്നെസ് ഓഫ് കേരള, മറ്റൊരു 5 മാർക്സ് ചോദ്യമാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൽ. MSMEയുടെ കാര്യം ഞാൻ പറഞ്ഞു, റോൾ ഓഫ് MSME ഇൻ കേരള ഇക്കോണമി, അതും 5 മാർക്കിൻ്റെ പ്രതീക്ഷിക്കാം. അപ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിലും ലാസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങളിലോട്ട് ഞാനൊന്ന് പോവാണ്. അതിൽ ഞാൻ പറഞ്ഞു ആദ്യം തന്നെ ഫീച്ചേഴ്സ് ഫോറിൻ ട്രേഡ്, ഫീച്ചേഴ്സ് ഓഫ് ഫോറിൻ ട്രേഡ് എന്താണെന്നുള്ളത് നോക്കി വയ്ക്കണം. ദെൻ എക്സ്പോർട്ട് ഇമ്പോർട്ട് അതിൻ്റെ ഒരു കൺസെപ്റ്റ് നോക്കി വയ്ക്കണം. ദെൻ എക്സ്ചേഞ്ച് റേറ്റ് എന്താണ്, അതിനെപ്പറ്റി ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ്. ദെൻ ഒരു പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ലെംസ് ചോദിച്ചിട്ടുണ്ട്, ലിബറലൈസ്ഡ് എക്സ്ചേഞ്ച് റേറ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം, LERMS, ലെംസ്, ലിബറലൈസ്ഡ് എക്സ്ചേഞ്ച് റേറ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം, 2 മാർക്കിൻ്റെ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അത് നോക്കി വയ്ക്കണം. ദെൻ നെക്സ്റ്റ് IPR വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. അതിൻ്റെ ഒബ്ജക്റ്റീവ്സും കാര്യങ്ങളും നോക്കണം. പിന്നെ FDI എന്താണ്, FPA എന്താണ്, MNC എന്താണ്, അതിൻ്റെ റോള്, ഗ്രോത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ അത് നോക്കി വയ്ക്കണം, മറ്റൊരു ടോപ്പിക്കാണ്. പിന്നെ ട്രേഡ് റിഫോംസ് ഒരു പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ളതാണ് ട്രേഡ് റിഫോംസ് SCക്ക്. പിന്നെ കേരള ഇക്കോണമിയുടെ ഫീച്ചേഴ്സ്, അതിൻ്റെ സ്ലോ ഗ്രോത്തിനുള്ള കാര്യം. ദെൻ MSMEയുടെ കേരള ഇക്കോണമിയുടെ ഗ്രോത്തിൽ MSMEയുടെ റോള് നോക്കാം. ഇത്രയൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യണത്. ഒരു SC ഇടാറുണ്ട്, അതുപോലെ തന്നെ 5 മാർക്ക് 2 മാർക്ക് ചോദ്യങ്ങളും വരാറുണ്ട് കേട്ടോ. ഒരുപാട് വായിക്കാനുണ്ട്. അപ്പോൾ ദാറ്റ്സ് അബൌട്ട് മൊഡ്യൂൾ നമ്പർ 5. അപ്പോൾ ഇതിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് സജസ്റ്റ് ചെയ്യാനുള്ളത്, ലാസ്റ്റ് മൊമെൻറ്റിൽ ഞാൻ പറഞ്ഞു മൊഡ്യൂൾ നമ്പർ 3 SC ടോപ്പിക്ക് നിർബന്ധമായും പ്രതീക്ഷിക്കാം, അത് പഠിക്കണം. 2, 1 പഠിക്കണം എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ലാസ്റ്റ് മൊമെൻറ്റിൽ പഠിക്കുന്ന കുട്ടികൾക്ക് കുറച്ച് സമയം നോക്കിയിട്ട് പെട്ടെന്ന് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ് മൊഡ്യൂൾ നമ്പർ 4. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് രീതിയിലും മാർക്കാന്ന് പറഞ്ഞില്ലേ, കുറച്ച് ടോപ്പിക്കുകൾ, ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ ഇക്കോണമി, പിന്നെ അൺഎംപ്ലോയ്മെൻറ്റ്, ഇൻഫ്ലേഷനും ബ്ലാക്ക് മണിയും, ഇതൊക്കെ ആർക്കും പെട്ടെന്നൊന്ന് വായിച്ചു നോക്കി എഴുതാൻ പറ്റുന്നത്, അത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ലാസ്റ്റ് മൊമെൻറ്റിൽ പഠിക്കുന്ന കുട്ടികൾ ഇങ്ങനെ പറക്കി പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കോർ ചെയ്യാൻ സാധിക്കും. പിന്നെ നിങ്ങൾക്കൊരു 3 ദിവസം ഗ്യാപ്പും ഉണ്ട്, അതൊക്കെ നല്ല രീതിയിൽ വിനിയോഗിക്കാം. തേഴ്സ്ഡേ കഴിഞ്ഞാൽ മൺഡേ ആണ് എക്സാം വരുന്നത്. ഇനി ഞാൻ റിപ്പീറ്റായിട്ട് ഓരോ പാർട്ടിൽ, പാർട്ട് A, പാർട്ട് B, പാർട്ട് Cയിൽ വരുന്ന ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ ചെയ്യുന്നതായിരിക്കും. ലാസ്റ്റ് ഡേ എക്സാമിനേഷൻ ടിപ്സ് ചെയ്യുന്നതായിരിക്കും. എക്സാം റിലേറ്റഡ് ലൈവ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. ഇനി ലാംഗ്വേജിൻ്റെ ക്ലാസ്സസ് ഇപ്പം ഞാൻ എടുക്കില്ല, ഞാൻ മെയിൻ പേപ്പേഴ്സാണ് എടുക്കുന്നത്. അപ്പോൾ ആദ്യത്തെ 3 എക്സാം ലാംഗ്വേജാണ്. എന്നാലും ആദ്യമായിട്ട് ഫസ്റ്റ് സെമസ്റ്റർ എക്സാം എഴുതാൻ പോകുന്ന കുട്ടികളാണ് നിങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടെന്നുള്ളത് കമൻറ്റിൽ എനിക്ക് യൂട്യൂബിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നാളെ ഒരു ലൈവ് സെഷൻ, ഇൻട്രാക്റ്റീവ് സെഷൻ ഞാൻ വെക്കുന്നുണ്ട്. ഈവനിങ് ടൈം ആയിരിക്കും മിക്കതും ഉണ്ടാവുക. ഞാനത് ചാനലിലൂടെ പറയുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നിങ്ങളുടെ സംശയങ്ങൾ, 2 മാർക്കിനെ എങ്ങനെ പ്രസൻറ്റ് ചെയ്യണം, SC എങ്ങനെ പ്രസൻറ്റ് ചെയ്യണം, 5 മാർക്കിനെ എങ്ങനെ പ്രസൻറ്റ് ചെയ്യണം, അങ്ങനെയുള്ള നിങ്ങളുടെ എല്ലാ സംശയങ്ങളും ഞാൻ ആ ലൈവ് സെഷനിലൂടെ തീർക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ലൈവ് നാളെ ഉണ്ടായിരിക്കും കേട്ടോ. അതിന് നിങ്ങൾ നിർബന്ധമായും ജോയിൻ ചെയ്തിരിക്കണം. ഞാൻ തലേദിവസത്തേക്ക് വയ്ക്കുന്നില്ല, തലേദിവസം നിങ്ങൾക്ക് പഠിക്കാനുള്ളതല്ല. അപ്പോൾ നാളെ ലൈവിന് എല്ലാവരും അറ്റൻഡ് ചെയ്യാം കേട്ടോ. സോ എല്ലാ സംശയങ്ങളും ഞാൻ അവിടെ തീർക്കുന്നതായിരിക്കും കേട്ടോ. ക്ലാരിറ്റി കിട്ടിയെന്ന് വിചാരിക്കുന്നു. സോ നമ്മുടെ സ്ഥാപനത്തിൽ ജോയിൻ ചെയ്ത് പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് അതിനും ജോയിൻ ചെയ്യാം കേട്ടോ. സോ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക, അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.